ഇന്ന് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓയിലും ബട്ടറൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. ഈ ഒരു കുക്കീസ് നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസാണ് കേട്ടോ. മാക്രോൺസ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു കുക്കീസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ തേച്ച് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുക. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ വേണം. ഞാൻ ഹെർഷീസിൻ്റെ അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാര വേണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ, കൊക്കോ പൗഡറും പഞ്ചസാര പൊടിച്ചതും ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസെല്ലാം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് കേട്ടോ, തണുത്ത മുട്ട എടുക്കരുത്. പിന്നെ നമ്മൾ എടുക്കുന്ന ബൗൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറേശ്ശെ പഞ്ചസാരയും ചേർത്തിട്ട് വേണം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റായി വന്നാൽ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. മുട്ടയുടെ വെള്ള ഇങ്ങനെ ആയിരിക്കണം, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സാധാരണ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് കുക്കീസിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണിന് പകരം ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയുടെ വെള്ളയൊക്കെ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു ബാറ്റർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാൻ ഈ ഒരു ബാറ്റർ ഞാനൊരു ഐസിങ് ബാഗിലേക്ക് ആക്കുകയാണ്. ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ഓരോ കുക്കീസ് വീതം ഇതുപോലെ ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള കുക്കീസാണോ വേണ്ടത് അത്രയും ബാറ്റർ ആക്കി കൊടുക്കുക. ബാറ്റർ ആക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് വേണം ബാറ്റർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കുക്കീസ് പരസ്പരം ഒട്ടിപ്പോവും. ബേക്കിംഗ് ട്രേയിൽ എല്ലാ കുക്കീസും ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ബേക്കിംഗ് ട്രേ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ കുക്കീസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബബിൾസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം. ഇനി ഈ കുക്കീസ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കണം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ കുക്കീസ് റെഡിയാക്കി എടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ബാറ്ററിൻ്റെ മുകളിലായിട്ടൊന്ന് തൊട്ട് നോക്കണം. എന്നിട്ട് നമ്മൾ കയ്യിൽ ബാറ്റർ ആവുന്നുണ്ടോ നോക്കുക. ബാറ്റർ ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈ സമയം ഈ ബാറ്റർ ഓവനിലേക്ക് വയ്ക്കാം. കാരണം ഇപ്പം എൻ്റെ കയ്യിൽ ഒട്ടുന്നില്ല, ബാറ്റർ ആവുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഓവനിലേക്ക് വയ്ക്കാം. 150 ഡിഗ്രിയിൽ 20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് എൻ്റെ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ കുക്കീസ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിനു ശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് കുക്കീസ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നതുകൊണ്ടാണ് കുക്കീസ് നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ബട്ടർ പേപ്പറിൽ കുക്കീസ് ഒട്ടിയിട്ടൊന്നുമില്ല, ഒട്ടി നിൽക്കുന്നൊന്നുമില്ല. കണ്ടോ. ഇനി കുക്കീസ് ചൂടാറിയതിന് ശേഷം കുക്കീസിന് മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ആക്കി കൊടുക്കുന്നുണ്ട്. കുക്കീസ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. മുകളിലായിട്ട് കുറച്ച് പ്രിങ്കിൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു കുക്കീസിൽ കുറച്ച് ന്യൂട്രലാക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു കുക്കീസ് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഇനി കുക്കീസിന് മുകളിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കീസിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് കുക്കീസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.